മൗലോകിന്യ മഹേശ്വര മാലിനീ ജലം. അല്ലയോ ശ്രീ പരമേശ്വര, അങ്ങയുടെ തിരിച്ചടയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീരത്നം ആരാണ്? ഏയ് ശുംഭ, മിഴാവ് കൊണ്ടാണെന്ന് ഭാവേന ഗർഭോടെ ഇരുന്നങ്ങോട്ട് ഉറക്കം തൂങ്ങയാണോ? സരസ്വതി വിളയാടുന്ന പരിപാവനമായി കൂത്തമ്പലത്തിൽ വന്നിരുന്ന് പണ്ഡിത ശ്രേഷ്ഠ സദസ്സിനെ അവഹേളിക്കും വിധം ഉറക്കം തൂങ്ങി തന്നെയൊക്കെ മുക്കാലിക്കണ്ട് തല്ലിയാ വേണ്ടത്. ഇറങ്ങി പൊയ്ക്കൊള്ളുക, ആശ്രയകരം. മുറിവേറ്റ കലാകാരന്റെ മനസ്സിൽ നിന്നുണ്ടായ മഹത്തായ കലയാണ് തുള്ളൽ. ആ മഹാനായ കലാകാരൻ കുഞ്ചൻ നമ്പ്യാർ. ഏറെ നാളുകളായി തന്റെ മനസ്സിൽ ഊറിക്കൂടിയ ആ മഹത്തായ സൃഷ്ടി സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിന്റെ വിപ്ലവകവി തന്റെ ആദ്യ കൃതിയിലൂടെ ജന്മം നൽകി. കല്യാണ സൗഗന്ധികം എന്ന ശീതങ്കൻ തുള്ളൽ. പിന്നീട് പറയൻ, ഓട്ടം തുടങ്ങിയ കലാരൂപങ്ങൾക്കും അദ്ദേഹം ജന്മം നൽകി. എങ്കിലും ഏറെ ശ്രദ്ധ നേടിയത് ഓട്ടംതുള്ളലായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ വരികൾ ആപാലവൃദ്ധജനങ്ങളും ആവേശത്തോടെ ആടാനും പാടാനും തുടങ്ങി. കൊല്ലവർഷം 880, ക്രിസ്തുവർഷം 1705 കിള്ളിക്കുരിശുമംഗലം കലക്കത്ത് ഭവനത്തിലെ നങ്ങ്യാരമ്മയുടെ പുത്രനായി രാമൻ എന്ന കുഞ്ചൻ നമ്പ്യാർ പൂജാതനായി. ബാല്യം കഴിഞ്ഞതോടെ കുഞ്ചൻ കിടങ്ങൂർ പ്രദേശത്തേക്ക് യാത്രയായി. തുടർന്ന് കവിയും കലാകാരനും സംസ്കൃത പണ്ഡിതനുമായ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്ന ഭട്ടതിരിയുടെ ആശ്രിതനാവുകയും അതിലൂടെ ചെമ്പകശ്ശേരി രാജസദസ്സിലെ കവിവര്യന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനാവുകയും ചെയ്തു. AD 1746 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി ആക്രമിച്ചു കീഴടക്കി. യുദ്ധം കഴിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതരായിരുന്ന കലാകാരന്മാർക്ക് മാർത്താണ്ഡവർമ്മ അഭയം നൽകി. അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്തെത്തി. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സ്ഥാപിച്ച ഭദ്രദീപ പ്രതിഷ്ഠയെ സംബന്ധിച്ച കവിതകൾ കിട്ടുവാൻ അദ്ദേഹം ആസ്ഥാന പണ്ഡിതന്മാർക്ക് നിർദ്ദേശം നൽകി. ഹേ പണ്ഡിത ശ്രേഷ്ഠരെ, നാം പുതുതായി നിർമ്മിച്ച ഭദ്രദീപ പ്രതിഷ്ഠയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹേ മന്നവേന്ദ്ര, മനം കുളിർക്കും ഈ സ്തംഭം മാനവൻ ഉള്ളിടത്തോളം മഞ്ഞിതിൽ വിളങ്ങും. ഭേഷ്.
ശ്രേഷ്ഠം മഹത്തരം ദീപ്തം ഈ സ്തംഭം പത്മനാഭദാസൻ തൻ ഉള്ളം പോൽ. എന്താണ് നമ്പ്യാരുടെ അഭിപ്രായം? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഇത്യർത്ഥ ഏഷാം ശ്ലോകാനമല്ലാതൊന്നും ന വിദ്യതേ. ഭേഷ്, നമ്പ്യാർ കേമൻ തന്നെ. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പരിചിതനായി കഴിഞ്ഞിരുന്നുവെങ്കിലും ആരുടെയും മുഖത്ത് നോക്കാതെ വിമർശന സ്വരങ്ങൾ തൊടുത്തുവിടാൻ നമ്പ്യാർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. കല്യാണ സൗഗന്ധികം, സുന്ദോപസുന്ദോപാഖ്യാനം, ഗണപതി പ്രാതൽ തുടങ്ങി 11ഓളം ശീതങ്കൻ തുള്ളലുകൾ, ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം തുടങ്ങിയ 9ഓളം പറയൻ തുള്ളലുകൾ, സ്യമന്തകം, ഘോഷയാത്ര, കിരാതം തുടങ്ങി 21ഓളം ഓട്ടംതുള്ളലുകൾക്കും അദ്ദേഹം രചന നിർവഹിച്ചു. AD 1776 അമ്പലപ്പുഴയ്ക്ക് മടങ്ങാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം രാജാവിനോട് ഉണർത്തിച്ചു. രാജാവിന്റെയും മറ്റ് പണ്ഡിത ശ്രേഷ്ഠരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി നമ്പ്യാർ യാത്രയായി. അമ്പലപ്പുഴയിൽ തിരിച്ചെത്തിയ നമ്പ്യാർ തെക്കുഭാഗത്തുണ്ടായിരുന്ന നമ്പ്യാർ മഠത്തിലാണ് താമസിച്ചിരുന്നത്. നാടുവഴിയെ നടക്കും നേരം നാവായിക്കുളമേ വെച്ചൊരു നായരടിച്ചു, നായകടിച്ചു, നായരടിച്ചു. പേവിഷബാധയെ തുടർന്ന് പഥ്യത്തിൽ കഴിയവേ ഒരു നാൾ കോലം കെട്ടുക കോലകങ്ങളിൽ നടക്കെന്നുള്ള വേലക്കിനി കാലം വാർദ്ധകമാക കൊണ്ടടിയനെ ചാടിക്കൊല ഭൂപതേ. ഗോവിന്ദ മുകുന്ദ മുരാന്തക ഗോപാലഹരേ മധുസൂദന. നീ തന്നെ വിവാഹം ചെയ്യണം, ഏവമിവൾക്കഭിമതമധുന. ആശാൻ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. കഴിയോ നമുക്ക് നിന്നെ മറക്കാൻ? കൺമുന്നിൽ കാണുന്ന എന്തിനേയും പരിഹാസമുന്നിൽ നിർത്തുമ്പോഴും ഞാൻ അറിയാതെ എൻ്റെ ചിന്തകളിലൂടെ നടന്ന് നടന്ന് എൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കോറിയിട്ട എൻ്റെ ലക്ഷ്മിയെ എന്നോട് ക്ഷമിക്കണം. തെറ്റെൻ്റെ. അരുത്, ഒക്കെ കാലത്തിൻ്റെ നിയോഗമായിരുന്നു. സാരമില്ല, ഒടുവിൽ നീ എത്തിയല്ലോ. എന്നെ കാണാനും എന്നോട് മിണ്ടാനും. ഇന്നലെയാ ഞാൻ അറിഞ്ഞേ ആശാൻ ഇവിടെ തിരിച്ചെത്തിയ വിവരം. അതാ ഞാൻ വേഗം വന്നേ. ആശാന് ഏറെ പ്രിയപ്പെട്ട പാൽപ്പായസവും നാരങ്ങക്കൂട്ടും ഇതാ. നമ്പ്യാരെ, മധുരപ്രിയനാണ് താങ്കളെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ കടിച്ചിരിക്കുന്നത് പേപ്പട്ടിയാ. പഥ്യം നന്നായിട്ട് കാക്കണം. ഈ മധുരം, നാരങ്ങ, ജലം ഇതിനൊക്കെ തീണ്ടായിണ്ട് കേട്ടോ. എന്താശാനെ, ഇഷ്ടായില്ലെന്നുണ്ടോ? എന്താ ലക്ഷ്മി, ഏറെ പ്രിയമുള്ളത് അതിലേറെ പ്രിയമുള്ള ഒരാൾ സമ്മാനിക്കുമ്പോൾ നിരാകരിക്കാൻ മാത്രം നമുക്ക് കഴിയോ? എടുത്തോളൂ, എടുക്കുക. ഹായ്. എന്താ ആശാനെ? ആശാനെ, ലക്ഷ്മിയെ വല്ലാത്തൊരു പരവേശം. കുറച്ച് ജലം. ആശാനെ, ഇതാ കുടിച്ചോളൂ. ആശാനെ,
ആശാനെ അടുത്തേക്ക് വരല്ലേ ലക്ഷ്മി, അടുത്തേക്ക് വരല്ലേ, അടുത്തേക്ക് വരല്ലേ ലക്ഷ്മി. ആശാനെ എന്തോ സംഭവിച്ചത് ആശാനെ? ആശാനെ വലിച്ചിരുന്നു. ആശാനെ ഗോവിന്ദ മുകുന്ദ മുരാന്തക ഗോപാല ഹരേ മധുസൂദന നീ വന്നു വിവാഹം ചെയ്യണം ഏവമിവൾക്കഭിമതമധുനാ കരുണാകര മാധവ നിന്നുടെ ചരണാംബുജയുഗളം മലയാള ഭാഷാ സാഹിത്യത്തിന് ശരണം മറക്കാനാവാത്ത, ഒളിമങ്ങാത്ത, നർമ്മത്തിൽ ചാലിച്ച അനേകം വാക്കുകളും വാക്യങ്ങളും സമ്മാനിച്ച ആ മഹാനായ കലാകാരൻ തന്റെ ആടയാഭരണങ്ങൾ അഴിച്ചുവെച്ച് ഇനിയും പറയാനെന്തോ ബാക്കി വെച്ച് കലയുടെ പുത്തൻ വിപ്ലവം സൃഷ്ടിക്കാൻ മറ്റേതോ ലോകത്തേക്ക് യാത്രയായി. ഗുരുവായ കലാമണ്ഡലം പ്രഭാകരൻ അവരുടെ അനുമതിയോടെ ടീം ബാലെ ഈ എളിയ ഉപഹാരം ആ വിപ്ലവ നക്ഷത്രത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്, വളരെ ഭാഗ്യമുള്ള ഒരാളാണ് ഞാനിവിടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ പെർഫോമൻസുകളും കാണാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് യാതൊരു ടെൻഷൻസും ഇല്ല, കണ്ടാൽ മാത്രം മതി. എൻ്റെ മനസ്സിന്ന് സത്യം പറയട്ടെ നിറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആ ഫീൽ, ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ദിസ് വാസ് ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ്. മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കമൻസിലേക്ക് പോവാണ്. വിനു സർ, ആ ഒരു വിഷ്വലൊന്നും ഈ കണ്ണൊന്നും മനസ്സൊന്നും മറഞ്ഞു പോകാതെ അങ്ങനെ തളം കെട്ടി നിൽക്കും. താങ്ക് യു സർ. ഗംഭീരമായിരുന്നു സർ. എക്സലൻറ്റ് സ്ക്രിപ്റ്റ്. താങ്ക് യു സർ. എക്സലൻറ്റ് ഡയറക്ഷൻ. താങ്ക് യു സർ. എക്സലൻറ്റ് പെർഫോമൻസ്. താങ്ക് യു വെരി മച്ച്. ഭയങ്കരമായി വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ പ്രണയം, അത് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു എന്തൊരു മോഡുലേഷനാണ്, എന്ത് മനോഹരമായി മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ്സ് നിങ്ങൾ എത്ര മനോഹരമായിട്ട് പറഞ്ഞു രണ്ടുപേരും. സത്യത്തിൽ ഭയങ്കര ഫീൽ ചെയ്തു. താങ്ക് യു സർ. കണ്ണ് നിറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിനു സർ. അനീഷേട്ടാ, വിനു സാറിൽ നിന്ന് നല്ല വാക്കുകളാണ് കിട്ടിയത്, നല്ല കമൻസ് ആണ്. രാജാമണി സർ, സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല, പറയേണ്ടതെല്ലാം എൻ്റെ സുഹൃത്ത് വി എൻ ബിനു പറഞ്ഞു. ശരിക്കും ഒരു ക്ലാസ് ടച്ചായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളൊക്കെ ഈ അനങ്ങാതെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ. സൂപ്പർ. താങ്ക് യു സർ. നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ക്ലാസ്. താങ്ക് യു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ, താരോത്സവത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടിയ ഏറ്റവും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യം വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു രാജാമണി സർ. മാസ്റ്റർ, There is no word for saying something. Adam, Anish Cheda, Sir. excellent performance here. Beautiful. താങ്ക് യു സർ. Soparnika, മാസ്റ്റർ, marvelous. Mind blowing. താങ്ക് യു സർ. All the best. താങ്ക് യു സർ. ഇനി നമുക്ക് ഓപ്പൺ അംബാസിഡേഴ്സിൻ്റെ കമൻസിലേക്ക് പോവാം. വീണ ചേച്ചി, ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ അത് കൺവേ ചെയ്തു. പിന്നെ അനീഷിൻ്റെ പെർഫോമൻസ് എക്സലൻറ്റ്, എനിക്കത് വാക്കുകളില്ല പറയാൻ. അതുപോലെ സൗവർണിക
ഈ ഒരു ചെറുപ്രായത്തിൽ ആ എന്താണ് മോഡുലേഷനൊക്കെ എന്ത് രസമായിട്ട് നീ ചെയ്തു. വളരെ ടച്ചിങ് ആയിരുന്നു ശരിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. മനുവേട്ട ഇത്തിരി ഇമോഷണലാണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത്. ഒന്നും പറയാൻ. താങ്ക് യു. താങ്ക് യു അനീഷ്. ഇത് നമ്മളുടെ താരോത്സവത്തിൻ്റെ ഒരു എപ്പിസോഡിൽ മാത്രം വന്നു പോവേണ്ട ഒരു ചാപ്റ്റർ അല്ല. നിൽക്കട്ടെ, എവർലാസ്റ്റിംഗ് ആയിട്ട് കുഞ്ചൻ നമ്പ്യാരെ പോലെ അനീഷിൻ്റെ ഈ ഒരു ആഖ്യായിക നിൽക്കട്ടെ. മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നത്. അനീഷേട്ടാ 2 വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. എനിക്ക് അതിൽ ഒരുപാട് പറയാനുണ്ട്. മാഷിനെ എനിക്കൊന്ന് വേദിയിലേക്ക് വിളിക്കാൻ പറ്റും? സ്റ്റേജിലേക്ക് വിളിക്കണം. തീർച്ചയായിട്ടും സർ, സന്തോഷത്തോടെ. മാസ്റ്റർ എനിക്ക് കിട്ടിയ മാർക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ അനുമോദനങ്ങളും എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ കാരണം എൻ്റെ ഈ ഗുരുനാഥനാണ്. എല്ലാം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അനീഷ് അദ്ദേഹത്തിനല്ല, താരോത്സവത്തിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് പ്രണമിക്കുന്നു, ആദരിക്കുന്നു. പിന്നെ നീ എന്നുള്ള ഒരു വ്യക്തിത്വത്തിൽ ഇങ്ങനെ മുഴുങ്ങി നിന്നത് കൊണ്ട് മറ്റൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു കൊച്ചു കുട്ടി തീർച്ചയായും അവനെ കൂടി ഒന്ന് ഞാൻ പ്രജ്വൽ. വെൽഡൺ മോനെ. മാഷ് ഒരുപാട് 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 നന്ദി ഈ ഒരു വേദി ധന്യമാക്കിയതിന്. അനീഷേട്ടൻ ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് വന്നപ്പോൾ മാഷിന് ഒരുപാട് സന്തോഷം തോന്നിയറിയാം. കാരണം ഈ കാലത്ത് ഇങ്ങനെ അങ്ങോട്ടൊരു ആവശ്യം വരുന്നത് കുറവായിരിക്കും അല്ലേ? തീർച്ചയായും തുള്ളലിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണിത്. മലയാളത്തിൻ്റെ ഈ കല ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വേദികളിൽ കൂടി ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കലയാണ് എന്ന ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ ഈ പരിപാടി സഹായിച്ചു. അതിന് എനിക്ക് നന്ദി. നമസ്കാരം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് മാഷെ. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിനോട് ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയൊരു നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സോ മച്ച്.